ടൈല് വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ ഒരു ചട്ട വെച്ച് തന്നെ ഒട്ടിക്കാൻ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഫ്ലക്സ് കിക്ക് പറഞ്ഞാൽ ഈ ഒരു പശ നമ്മൾ ഒട്ടിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും വിചാരിച്ചത് ടൈലുമ്പോൾ നേരെ ഒറ്റിച്ചിട്ട് ചട്ട ഒട്ടിക്കാന്ന്. അങ്ങനെയല്ല കേട്ടോ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ്. നമ്മൾ ചട്ട ഒട്ടിക്കുമ്പോൾ ഒരു ചട്ട വെച്ച് അതിൻ്റെ മുകളിൽ മറ്റേ ചട്ട കയറ്റി വെക്കുമ്പോൾ അതിന് 2 തുള്ളി ഒട്ടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ നീങ്ങിപ്പോകും. അങ്ങനെ നമ്മൾ വിരിച്ചിട്ടുണ്ട്. രണ്ടാമത് അന്ന് മുകളിൽ വിരിക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് താഴെ വിരിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി ഇതിൻ്റെ ഒരുപാട് വർക്ക് വരാം, ഇനി പുട്ടിയിടാൻ, അതുപോലെ കുറച്ച് വർക്കുകൾ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അയിമക്ക് പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ, അതുപോലെ ടൂൾസ് വീണാലും വലിയ പരിക്ക് പറ്റാതിരിക്കാൻ, പിന്നെ മണ്ണ് കയറുമ്പോൾ തന്നെ നമ്മൾ ചവിട്ടുമ്പോൾ കാലുമ്പോഴൊക്കെ മണ്ണുണ്ടാവും, അത് ചെരുപ്പം മണ്ണുണ്ടാവും, അത് ആവാതിരിക്കാനും വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് മേലെ ഷീറ്റ് വിരിക്കുക, അലിവാർ എന്തൊക്കെ ചെയ്യാം. നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരുപാട് ചട്ടം ഉണ്ടാവുമല്ലോ ബാക്കി, അത് തൂക്കി വിൽക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടെല്ലാം തൂക്കി വിൽക്കുക. കിലോന് 12-13 രൂപ ഉണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആക്കരുതെന്ന് പറയാൻ ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ.